ായ ഡിവിഷൻ പ്രോഗ്രാമിന്റെ 284 ദിവസമാണ് ഇന്ന്. പുതുകവിതയിലെ പുതുമകൾ പലമകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അധ്യാപകനും സാഹിത്യ ഗവേഷകനുമായ ശ്രീ ജിഷാദ് സാർ ആണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശിയായ അദ്ദേഹം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്നും മലയാള സാഹിത്യത്തിൽ MA MPhil ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2007 മുതൽ കോഴിക്കോട് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്ന അദ്ദേഹം വിദ്യാർത്ഥികൾക്കും സാഹിത്യപ്രേമികൾക്കും ഒരുപോലെ പ്രിയങ്കരനാണ്. ആധുനിക കവിതയിലെ പുതുമകളെയും അതിന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ചും സംസാരം നമുക്ക് ഏറെ അറിവേകുന്നതാവും. നിറയെ സ്നേഹത്തോടെ ആദരവോടെ ശ്രീ ജിഷാദ് സാറിനെ ഡിവിഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിൽ കൂടെയുള്ള ഷമീമ മാഡം, മറ്റു ടീം മെമ്പേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ജിഷാദ് സാറെ ക്ഷണിക്കുന്നു. സർ. ഏവർക്കും സ്വാഗതം. കവിത പോലെ മനോഹരമായ ഒരു പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം കവിതയുമായി ബന്ധപ്പെട്ട കുറച്ചു നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സുഹൃത്തും കവി കൂടിയുമായ നസീബ ബഷീറിന് നന്ദിയും ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കവിത പോലെ മനോഹരമാണ്, കവിത പോലെ ഇരിക്കുന്നു, കാവ്യാത്മകമായിരിക്കുന്നു എന്ന പ്രയോഗങ്ങൾ സദാസമയവും എന്തിനോടും ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത്രമേൽ കവിതയുമായി ഹൃദയബന്ധം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ കവിതയുടെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള ആധിപത്യത്തിന്റെയും ഭാഷാ മേൽക്കോയ്മയുടെയും ഒക്കെ വഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വഴികളൊക്കെ ഇത്തരം വഴികളെ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, റദ്ദ് ചെയ്തുകൊണ്ട്, അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മലയാളത്തിൽ പുതു കവിത എന്ന ഒരു പ്രസ്ഥാനം തന്നെ രൂപപ്പെടുകയും പുതിയ കവിതയുടേതായ പല വഴികൾ രൂപപ്പെടുകയും ചെയ്തത്. അതിനെക്കുറിച്ച് സാമാന്യമായ ഒരു സംസാരം എന്ന നിലയ്ക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നാടൻ പാട്ടുകളുടെയും ചൊല്ലുകളുടെയും ഒക്കെ വളരെ അനായാസമായ, വളരെ ലളിതമായ, വളരെ മനോഹരമായ, എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാവ്യാത്മകതയുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു ശരിക്കും കവിതയുടേത്. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനാടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനാടി എന്നൊക്കെ തുടങ്ങുന്ന അത്രമേൽ ലളിതമായ നാടൻ പാട്ടുകളുടെ ആരെഴുതി എന്നറിയാത്ത, എന്നാൽ പാട്ടുപോലെ നാവിൻ തുമ്പിൽ നിന്നും നാവിൻ തുമ്പിലേക്ക് പടർന്നു വന്ന നാടൻ പാട്ടുകളുടെയൊക്കെ ഒരു വലിയ പാരമ്പര്യത്തെ ആണ് നമ്മൾ കവിത എന്ന ലിഖിതമായ ഒരു ഫോമിലേക്ക് ഒതുക്കുന്നത്. നമുക്ക് പലർക്കും അറിയാവുന്നത് പോലെ പാട്ട്, മണിപ്രവാളം എന്നിങ്ങനെ രണ്ട് ധാരകളായിട്ടാണ് നമ്മുടെ കവിതയുടെ വഴി ലിഖിത രൂപത്തിൽ ആയതിനു ശേഷം ആരംഭിക്കുന്നത്. ഇവിടെയൊക്കെ ജാതി മേധാവിത്വത്തിന്റെ മേൽക്കോയ്മയുടെയും ഭാഷാ മേധാവിത്വത്തിന്റെ മേൽക്കോയ്മയുടെയും സംസ്കൃത ജടിലമായ ഭാഷാപദങ്ങളുടെ ആഡംബരങ്ങളും വർണ്ണനകളുടെയും ഒക്കെ വേറൊരു തലത്തിലുള്ള അപ്പർ ക്ലാസ് ലെവലിലേക്ക് ഈ കവിതയെ ആ കാലഘട്ടം മുതൽ മാറ്റുന്നുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും. ദ്രമിഡ സംഘാതാക്ഷര നിബുദ്ധ മോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. തൊട്ടുപുറത്ത് മണിപ്രവാളം, ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. ഒരു ഭാഗത്ത് പാട്ട് എന്ന് പറയുമ്പോൾ ലളിതമായി പറഞ്ഞാൽ ദ്രാവിഡ ഭാഷയിലെ അക്ഷരങ്ങൾ ദ്രാവിഡ ഭാഷയിലെ വൃത്തങ്ങളിൽ എഴുതപ്പെടുന്നു. കാനനങ്ങളിൽ അരൻ കളിരുമായി കരുണിയായി കാർന്നെടുങ്കണ്ണുമ കളയാടി വിളയാടി നടൻ ചാനനം വടിപുത്താതിയെ. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അതാണ് പാട്ട്. മണിപ്രവാളം അതുപോലെ തന്നെയാണ്. മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. നമ്മുടെ ഭാഷയും സംസ്കൃതവും കൂടെ ചേരുന്ന ഒരു സംഗതിയാണ് മണിപ്രവാളം. അവിടെയും നമുക്ക് മനസ്സിലാകാത്ത തരത്തിലാണ് ഭാഷയുടെ ഒഴുക്ക് പോകുന്നത്. അപ്പൊ ഇത്തരം രണ്ട് ധാരകളായി പോകുന്ന വഴിയെ ആണ് നമ്മൾ എഴുത്തച്ഛൻ എന്ന് നമുക്കൊക്കെ പരിചിതനായ, നമ്മൾ കേട്ടിട്ടുള്ള മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കവിയിലേക്ക് എത്തുമ്പോൾ ഒരു മാനക മലയാളത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു.
എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയ്ക്ക് പിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാതാവ് എവിടെ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഓരോ ആസ്വാദകന്റെയും മുന്നിൽ ഉയർന്നു വരേണ്ടതുണ്ട്, വരുന്നതുമാണ്. അപ്പോ അവിടെ തന്നെ നമുക്കറിയാം ഇവിടെ ചില ഒഴിച്ചു നിർത്തലുകൾ, മാറ്റി നിർത്തലുകൾ, ചവിട്ടി മെതിക്കലുകൾ ഒക്കെ ഉണ്ട് എന്ന്. കാരണം ഭാഷയ്ക്ക് പിതാവ് ഉണ്ടാവുകയും മാതാവില്ലാതിരിക്കുകയും ചെയ്യുന്നത് അത്ര സംഭവ്യമായ ഒരു സംഗതി അല്ലല്ലോ. എങ്കിൽ പോലും ആ ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എഴുത്തച്ഛനെ ഭാഷാപിതാവായി അംഗീകരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പോ എന്തുകൊണ്ട് ഭാഷാപിതാവാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട്, മണിപ്രവാളം എന്നൊക്കെ പറഞ്ഞ് വിവിധ ധാരകളിലായി മാറി നിന്നിരുന്ന ഭാഷയെ, എഴുത്തിനെ എഴുത്തച്ഛൻ സംസ്കൃതവും അന്നത്തെ മലനാട്ട് ഭാഷയിലെ മലയാളവും ഒക്കെ ചേർത്ത് ഒരു പുതിയ കാവ്യ ഭാഷ രൂപപ്പെടുത്തുകയായിരുന്നു. പക്ഷെ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ മനുഷ്യർക്ക് അത്ര എളുപ്പത്തിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവരെ അഡ്രസ്സ് ചെയ്യുന്ന, അവർക്ക് ഭാവുകത്വം കൊണ്ട് മാനസികമായി ഇണക്കി ചേർക്കാൻ പറ്റുന്നതൊന്നും ആയിരുന്നില്ല. വത്സ സൗമിത്രേ കുമാര മത്സരാദ്യം വെടിഞ്ഞെന്നുടെ എന്ന എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് അത്ര പെട്ടെന്നൊരു സാധാരണക്കാരൻ ആ കാലത്ത് പോലും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പൊ എഴുത്തച്ഛന് പാരലായിട്ട് അല്ലെങ്കിൽ എറിയും കുറഞ്ഞുമൊക്കെ വരുന്നു ചെറുശ്ശേരി, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ, ഇങ്ങനെ ആ ഒരു ധാരയിൽ കുറെ കവികൾ ഇങ്ങനെ ഉയർന്നു വരിക. അതിൽ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളാണ് കുറച്ചുകൂടി ഭാഷയിൽ സാധാരണക്കാരുമായിട്ട് സംവദിക്കുന്നത്. പടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കിഹ ചേരുവാൻ വടിവുയർന്നൊരു ചാരു കേരള ഭാഷ തന്നെ ഉചിതം എന്ന് കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ, ചില വരികൾ പറയുന്ന ആ ഭാഷയുമായി നമുക്കൊരു കണക്ഷൻ വരാൻ വേണ്ടി. ചെറു വേറെ തരത്തിലാണ് രാഗങ്ങൾ ഓരോന്നേ ഗോകുലനായകൻ മേളം കലർന്നങ്ങ് പാടുന്നേരം എന്ന് പറയുന്നത്. പക്ഷെ പൂന്താനം കുറച്ചുകൂടി തെളിമയോട് കൂടിയിട്ട് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ 2-4 ദിനം കൊണ്ടൊരുത്തനെ എന്ന് തുടങ്ങുന്ന തരത്തിൽ. അപ്പൊ ഇവിടെയൊക്കെ ആ കാലഘട്ടത്തിൽ കവിത എന്ന് പറയുന്നത് ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് സംസ്കൃതവും മലയാളവും കൂടെ ചേർത്ത് ഒക്കെ ഉണ്ടായി വരുന്ന ഒരു സംഗതി ആയിരുന്നു. അവിടെ നിന്നുമാണ് പിന്നീട് നമ്മൾക്കൊക്കെ വളരെ പരിചയമുള്ള കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും ഒക്കെ അടങ്ങുന്ന തലമുറയിലേക്ക് വരുന്നു. അവിടെ എത്തുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തി ഭാവത്തിനെ കുറച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കുറെ കൂടി എയ്സ്തറ്റിക് സെൻസിലേക്ക് കവിത വരും. പക്ഷെ അവിടെ ഈ എയ്സ്തറ്റിക് സെൻസിലേക്ക് വരുമ്പോഴും അവരുപയോഗിക്കുന്ന ഭാഷയും അവർ എടുക്കുന്ന അലങ്കാരങ്ങളുടെ സമൃദ്ധിയും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഭാവുകത്വപരമായ ഒരു സവിശേഷതയും സാധാരണ മനുഷ്യരിൽ നിന്നും കവിതയെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയും കണക്റ്റഡ് ആകുന്നില്ല. വളരെ വേഗത്തിൽ അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. കുമാരനാശാന്റെ വളരെ പ്രസിദ്ധമായ നിരവധി കവികൾ, ഗംഭീരമായ കവിയാണ്, മഹാകവിയാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീ ഭൂവിലസ്ഥിര അസംശയമെന്നു നിന്റെയാ ഭൂതിയങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റലത അൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറു തൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ. മനോഹരമായ കവിതയാണ്. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോയാൽ നമുക്ക് ധാരാളമായ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ അവിടെ ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണ മലയാളിക്ക്, ഒരു ജീവിതത്തിന്റെ സാധാരണ നിലയിലൂടെ പോകുന്ന ഒരാൾക്ക് എത്രമേൽ ഈ കവിതയിലേക്ക് കടക്കാൻ പറ്റും എന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളൂരിലേക്ക് വരുന്നു. ശ്രീ കേറ്റ ലാസ്യ പദമായി ഭൂവി സഖ്യമാകുമ കേളിപൂണ്ട മലയുണ്ടു വിളങ്ങിടുന്നു ഈ കേരളാഖ്യ വിഷയത്തിനു നേർക്കിഴക്കായി ഉകേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ. മനോഹരമായ കവിതയാണ്. കേരളത്തിന്റെ പ്രകൃതിയെക്കുറിച്ച്, കേരളത്തിന്റെ ജൈവ സമൃദ്ധിയെക്കുറിച്ച് ഒക്കെ പറയുന്ന കവിതയാണ്. പക്ഷെ ഈ കവിതയിലൊക്കെ സാധാരണക്കാരുമായിട്ടുള്ള ഒരു കണക്ഷൻ എവിടെയോ ഒരു ബാരിയർ കെട്ടി തടസ്സപ്പെടുത്തിയിരിക്കുന്നതായി, അത് ബോധപൂർവം ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വള്ളത്തോളിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ തന്നെ കുറെ കൂടി ജനകീയമായ ഒരു വിഷയങ്ങൾ
മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കവിതയിൽ എത്തുമ്പോഴത്തേക്കും നോക്കാം. ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപ്പൂങ്കുഴലൊന്നു തുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചാൽ കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കിയെന്നാൽ അതും നൽകി അനുഗ്രഹിച്ചിടുക രാമൻ. അങ്ങനെ 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 പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ വിഖ്യാതരായ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, പ്രാചീന കവിത്രയങ്ങൾ എന്നൊക്കെ പറയുന്ന അവരുടെ കവിതയിലെ ചില വരികൾ ഞാൻ ഉദാഹരണത്തിന് പറയുമ്പോൾ പോലും നമുക്ക് തന്നെ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരു ഡിക്ഷണറിയുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ സാധിക്കൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ കവിത മനസ്സിലാകലല്ല, അതിനകത്ത് അതിന്റെ കാവ്യാത്മകതയിലേക്ക് പോയി ഭാവനാത്മകമായി ചിന്തിച്ച് അതിൽ നിന്നും സംഗതി നമ്മൾ ഉൾക്കൊള്ളുക എന്നൊക്കെയാണ് അതിന്റെ ഒരു വശം എങ്കിൽ പോലും ബേസിക്കായി അത് മനസ്സിലാകുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഇത് മനസ്സിലാകുന്നവരുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ആ ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള, ഭാഷയുടെ വഴക്കങ്ങളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള, ആലങ്കാരികമായ പ്രയോഗങ്ങളുടെ അർത്ഥഭംഗിയെ മനസ്സിലാക്കുവാനുള്ള ബൗദ്ധികമായ ശേഷിയുള്ളവരിലേക്ക് മാത്രം ആണ് ഇത്തരം കവിതകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നും ഞാനിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പറയുമ്പോൾ അത് ഇങ്ങനെ കെട്ടി നിർത്തിയ പോലെ അല്ല, ഇങ്ങനെ ഒഴുകി വരുന്ന ഒന്നിന്റെ തുടർച്ചയായിട്ട് വരുന്ന സംഗതിയാണ്. അവിടെ നിന്ന് പിന്നീട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വൈലോപ്പിള്ളിയിലേക്കൊക്കെ എത്തുന്നു. വൈലോപ്പിള്ളിയിലേക്ക് എത്തുമ്പോൾ കവിത കുറെ കൂടി സാധാരണ മനുഷ്യരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നീട് ചങ്ങമ്പുഴ, ഇടപ്പള്ളി എന്ന രണ്ട് കവികൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ജനകീയത എന്ന് പറഞ്ഞ സംഗതിയെ കുറെ കൂടി ആഘോഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേദന വേദന ലഹരി പിടിക്കും, വേദന വേദനയിൽ മുഴുകട്ടെ മമ എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങമ്പുഴയുടെയും, അതുപോലെ തന്നെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ എന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നൊക്കെ പറഞ്ഞ കാനന ചായയിൽ ആടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, അങ്ങനെയൊക്കെ കുറെ കൂടി ജനകീയമാകുന്ന, സാധാരണ മനുഷ്യർ പോലും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന തരത്തിലേക്കൊക്കെ കവിതയെ മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ചങ്ങമ്പുഴയ്ക്കും ഇടപ്പള്ളിക്കും സാധിച്ചിട്ടുണ്ട്, അവരുടെ കവിതയ്ക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും അത് ഒരു വൃത്ത കേന്ദ്രീകൃതമായ, അതായത് ഒരു ഫോർമാറ്റിൻ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ചലിക്കുന്ന സംഗതിയായി. ഇപ്പൊ കനക ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു താള നിബദ്ധതയെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് അതിലേക്ക് വാക്കുകളുടെ ഒരു ധാരാളിത്തം, കാൽപ്പനിക നൃത്തം സൃഷ്ടിച്ചുകൊണ്ട് കവിത സൃഷ്ടിക്കാനാണ് ഇവരൊക്കെയും ശ്രമിക്കുന്നത്. അപ്പൊ അതിന് പാരലായിട്ട് ധാരാളം കവികളുണ്ട്. വളരെ വേഗം പറഞ്ഞു പോവുകയാണ്. അവിടെ നിന്നും നമ്മൾ എത്തുന്നതാണ് ഈ ആധുനികത എന്നൊക്കെ പറയുന്ന 60കളുടെയും 70കളുടെയും ആരംഭത്തിൽ വരുന്നത്. അവിടെ എത്തുമ്പോൾ ലോകത്ത് മൊത്തം മാറ്റം വരുന്നതിന്റെ ഭാഗമായിട്ട് ഭാഷയിലും ചിന്തയിലും വിപ്ലവത്തിലും തീരുമാനങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റം വരുമ്പോഴാണ് നമ്മുടെ അയ്യപ്പ പണിക്കര്, ആറ്റൂര് സച്ചിദാനന്ദൻ, KG ശങ്കരപ്പിള്ള, D വിനയചന്ദ്രൻ, കടമ്മനിട്ട രാമകൃഷ്ണൻ, സുഗതകുമാരി, ONV കുറുപ്പ്, ഇങ്ങനെയൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു ധാര വരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയുള്ള കവികൾ വരുന്നു. ഈ കവികൾ വരുമ്പോൾ ശരിക്കും അന്നുവരെ ഉണ്ടായിരുന്ന വൃത്തങ്ങളുടെയും താളങ്ങളുടെയും ചതുരക്കല്ലുകൾക്കുള്ളിൽ അകപ്പെട്ടിരുന്ന കവിതയെ കുറെ കൂടി ജനകീയമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം വൈയക്തികമായ ഇൻഡിവിജ്വലായ സംഘർഷങ്ങളിലേക്കും പ്രണയം ഉൾപ്പെടെയുള്ള ഭാവങ്ങളുടെ വേറൊരു തരത്തിലുള്ള ആഖ്യാനങ്ങളിലേക്കുമൊക്കെ കവിത കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഒക്കെ കവിതകൾ എടുത്താൽ അത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അധികം ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ മാത്രം എടുത്താൽ, ചുള്ളിക്കാടിന്റെ കവിത എടുക്കുമ്പോൾ അതിന്റെ വാക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. കൊമ്പു ചുവന്നോരറവ് മൃഗങ്ങൾക്കു പിമ്പേ നടക്കുമ്പോഴും നമ്മ നയിപ്പതെന്താഭിചാരം, പുണ്യമോ പാപമോ എന്നൊക്കെ തരത്തിലുള്ള, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി, പകുതി ഹൃത്തിനാൽ വെറുക്കുമ്പോൾ പകുതി ഹൃത്തിനാൽ പൊറുത്തുകൊള്ളുക, ഇതെന്റെ രക്തമാണ് ഇതെന്റെ മാംസമാണ് എടുത്തുകൊള്ളുക. ചുള്ളിക്കാടിന്റെ വരികൾ. കനക മൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും, മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. അപ്പോൾ ഇതുപോലെ തന്നെയാണ്
ബാക്കി ചുരുന്റെയിലും സച്ചിദാനന്ദന്റെ എടുത്താലും ഒക്കെ. അപ്പൊ അവിടെയൊക്കെ ഒരു മുഴക്കം, ഒരു ഗാംഭീര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, വർണ്ണനകളുടെ വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൊക്കുന്നതെന്താണ് കൂട്ടുകാരി ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി, കുരിയപ്പുഴയുടെ കവിതകൾ. അപ്പൊ അവിടെയൊക്കെ മനോഹരമായ വാഗ്മയ ചിത്രങ്ങൾ, സംഗതി ബിംബങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ അയ്യപ്പനൊക്കെ ആ ധാരയിൽ വരുന്ന, അയ്യപ്പന്റെ ഒക്കെ ബുൾഡോസർ വന്ന ദിവസമാണ് നമ്മൾ വേർപിരിഞ്ഞത്. ആടും മയിൽക്കാടുകളെ പാടും മുളങ്കൂട്ടങ്ങളെ പാടയെ തകർത്തുകൊണ്ട് കുരവകൾ ഉയർത്തിയ ഗ്രാമത്തിന്റെ നെറുകയിലൂടെ ബുൾഡോസർ വന്ന ദിവസമാണ് നമ്മൾ വേർപിരിഞ്ഞത്. അപ്പൊ അവിടെ ഭാഷ, ഞാൻ നേരത്തെ പറഞ്ഞ മുൻ തലമുറയിൽ ഉണ്ടായിരുന്നവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭാഷയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും ഒരു മുഴക്കത്തിന്റെയും ഒരു ബിംബ സമൃദ്ധിയുടെയും ചില ദുർഗ്രഹമായ സംഗതികളുടെയും ഒക്കെ തടവറയിൽ കിടക്കുകയാണ്. ഇപ്പോ സഹസൈനം എന്ന് പറഞ്ഞ ചുള്ളിക്കാടിന്റെ ഒരു കവിത കൂടി പറഞ്ഞുകൊണ്ട് ഈ ആധുനികതയെ ഞാൻ അവസാനിപ്പിക്കാം. അന്നാ ഹിമത്തിന്റെ ധവള ദൂരത്തു നിന്നും ഉഷ്ണം തേടി എന്റെ നാടീമുഖത്തെന്തിനു നങ്കൂരമിട്ടു നീ ഏതൊരാലക്തിക സന്ധിയിൽ. ഐ ആം ബ്ലാക്ക്, യു ആർ വൈറ്റ്, ബട്ട് ലുക്ക് ബോത്ത് അവർ ഷാഡോസ് ആർ ഡാർക്ക്. ഇപ്പൊ കവിതയിലെ ഭാവുകത്വത്തിനെ, ഘടനയെ ഒക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള സംഗതിയാണ്. അപ്പൊ അവിടെയും പക്ഷെ വാക്കുകൾ ശ്രദ്ധിക്കും. അന്നാ ഹിമത്തിന്റെ ധവള ദൂരത്തു നിന്നും ഉഷ്ണം തേടി എന്റെ നാടീമുഖത്തെന്തിനു നങ്കൂരമിട്ടു നീ ഏതൊരാലക്തിക സന്ധിയിൽ. ഐ ആം ബ്ലാക്ക്, യു ആർ വൈറ്റ്, ബട്ട് ലുക്ക് ബോത്ത് അവർ ഷാഡോസ് ആർ ഡാർക്ക്. അപ്പൊ അവിടെയും ഭാഷയുടെ ഒരു മുഴക്കം, ഒരു ധ്വനി സാന്ദ്രത, ഒരു ബിംബ ആത്മകതയിലേക്ക് എത്തുന്ന ഒരു സംഗതി ഈ കവിതയിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അയ്യപ്പ പണിക്കർ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ഘടനയെ മുഴുവൻ മാറ്റിമറിച്ചു. എന്ന് പറഞ്ഞാൽ തൊട്ടുമുണ്ടായിരുന്ന ഈ വൃത്തനിബദ്ധമായ, അലങ്കാര നിബദ്ധമായ സാധനങ്ങളെ വേറൊരു തരത്തിൽ പുതുക്കി പണിയുകയാണ് മലയാളത്തിലെ ആധുനികത ചെയ്തത്. പക്ഷെ അവിടെയും സാധാരണ മനുഷ്യരിൽ നിന്നും കവിത അകന്നു നിൽക്കുന്നത് ഒരു ഘട്ടം വരെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് വിദ്യാസമ്പന്നരായ, പ്രബുദ്ധരായ, മധ്യവർഗത്തിൽപ്പെട്ട മനുഷ്യർ മാത്രം കവിതകൾ വായിക്കുവാനും അതിൻ്റെ ആസ്വാദകരായി മാറുവാനും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി, ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ മനസ്സിലാക്കാനും സാധിക്കുന്ന അനുവാചകരായി പരിമിതപ്പെടുത്തുന്ന ഒരു സംഗതി ആധുനിക കവിതയിൽ വരെയും ഉണ്ട് എന്നത് നിസ്തർക്കമാണ്. എന്നാൽ 1990-കളോടുകൂടി ലോകമാകെ മാറ്റങ്ങൾ വന്നൊരു കാലമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. മലയാള കവിതയിൽ പുതുകവിത എന്ന തരത്തിൽ ഉത്തരാധുനികമെന്ന് വിളിക്കാവുന്ന ഒരു ധാര രൂപപ്പെടുകയുണ്ടായി. ആ മലയാളത്തിലെ പുതിയ കവിതയിലെ പലമകളെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കാനായി ഉദ്ദേശിച്ചത്. അപ്പൊ അതിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് ഞാൻ ഇത്തരം സംഗതികൾ പറഞ്ഞു വെച്ചത്. അപ്പോ ഈ പുതിയ കവിതയിലേക്ക് എത്തുമ്പോൾ ധാരാളം കവികൾ കവിതയുമായി രംഗപ്രവേശം ചെയ്യും. അതിനു മുമ്പ് ഇപ്പൊ നമുക്കറിയാം, പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ യേശുദാസ്, സിനിമാ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ യേശുദാസ് എന്ന ഒരു ബിംബം അങ്ങനെ നിൽക്കുകയാണ്. ചിലക്ക് എം ജയചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇങ്ങനെ വരും. നമുക്കറിയാം, അടുത്ത് മരണപ്പെട്ട എസ് ജാനകി, വാനമ്പാടി എന്ന് പറയുന്ന ആള്. അപ്പൊ അവിടെയൊക്കെ ചില മുഖങ്ങൾ മാത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ കാലഘട്ടത്തിലെ എല്ലാ സംഗതിയും നമുക്കറിയാം. സിനിമ നോക്കിയാൽ മമ്മൂട്ടി, മോഹൻലാൽ. അപ്പൊ അങ്ങനെ ചിലർ മാത്രം ഉയർന്നു നിൽക്കുന്ന, ചിലർ മാത്രമാണ് ഇതിന്റെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന സർഗാത്മകർ എന്ന് തോന്നുന്ന ഒരു ഘട്ടം കവിതയിലും സിനിമയിലും നാടകത്തിലും ഒക്കെ അങ്ങനെയാണ്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ പുതു കവിത അല്ലെങ്കിൽ ഉത്തരാധുനികത വരുന്നത്. അവിടെ ധാരാളമായ എഴുത്തുകാർ വരുന്നു. അപ്പോ ധാരാളമായ എഴുത്തുകാർ വരുമ്പോ ഭാഷയെക്കുറിച്ചും ആശയത്തെക്കുറിച്ചും മനസ്സിലാകായികക്കുറിച്ചും ഭാവുകത്വത്തെക്കുറിച്ചും ഒക്കെ നാളിതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളും പൊളിച്ചെഴുതുകയാണ്. അതില് മലയാളത്തിലെ പുതുകവിതയാണല്ലോ നമ്മുടെ വിഷയം. അത് പുതുകവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് വരുന്നത് അത് വളരെ സിമ്പിളായി, വളരെ ലളിതമായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ നടന്നതുപോലെ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കേട്ടാൽ ഭയങ്കര കിടുകിടാ തോന്നും. പക്ഷേ എന്താണ് എന്നുള്ളത് നമുക്ക് അപരിചിതമായി പോകുന്നത് മാറി വളരെ ലളിതമാകും. അപ്പൊ അവിടെ കുറെ കവികൾ, ഇപ്പോ പി രാമചന്ദ്രൻ, അൻവർ അലി, എസ് ജോസഫ്, KR ടോണി, അനിത തമ്പി, മനോജ് കുറൂർ, അങ്ങനെ ഓർത്താൽ ധാരാളമായി വരുന്ന TP രാജീവൻ പോലെ
കവികൾ അവരുടെ കവിതകളുമായി വരിക. ഈ കവിതകൾ വീരാൻകുട്ടിയെ പോലെയുള്ളവരൊക്കെ ആ കവിതയിൽ വരിക. അപ്പൊ അവിടെ പുതിയ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ ലാളിത്യം ആയിരുന്നു. അത് ഭാഷ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന എടുപ്പ് കുതിരകളെ, ഭാഷ കൊണ്ട് സാധാരണക്കാരെ അകറ്റി നിർത്തിയിരുന്ന വേലിക്കെട്ടുകളെ ഒക്കെ തകർത്തുകൊണ്ട് ലളിതമായി കടന്നു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പലരും കേട്ടിട്ടുണ്ട്. പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിത. ലളിതം: ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാനെന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവൻ. എത്ര ലളിതമായ കവിത! കവിതയുടെ വ്യാപ്തി, വലിപ്പം, മഹാകാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, ഗ്രാൻഡ് നറേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ അവസാനിച്ച് വളരെ ചെറിയ ഫോർമാറ്റിലേക്ക് കവിത വരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അതിനുള്ളിൽ കവിതയുണ്ട്. അത് വളരെ ലളിതമായി പറയുകയാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വലിയ ഒച്ചയും ബഹളങ്ങളും ആരവങ്ങളും ആഘോഷങ്ങളും ആൾക്കാർക്ക് മനസ്സിലാകാത്ത ബിംബസമൃദ്ധിയുടെ വലിയ എടുപ്പ് കുതിരകളൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയ തൂവൽ താഴെയിട്ടാൽ മതി. ഇനി ഉണ്ടാകുന്ന അടയിരുന്നതിന്റെ ചെറിയ ചൂട് മാത്രം മതി. അങ്ങനെ ലളിതമായ വരികളിലേക്ക്, ഭാഷയിലേക്ക് കവിത മാറുന്നു. ഇതാണ് പുതിയ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഒരു സാധാരണക്കാരന് മറ്റൊരു സാധാരണക്കാരനോട് വർത്തമാനം പറയുന്ന മാതിരിയിൽ കവിത എഴുതുകയും അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആർക്കും അതിലേക്ക് കണക്റ്റഡ് ആകുകയും ചെയ്യുന്ന സംഗതിയിലേക്ക് മാറി എന്നതാണ് മലയാളത്തിലെ പുതിയ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എന്നാൽ ഇത് വളരെ ലളിതമായിട്ട് മറ്റൊന്നിനെ കുറിച്ചും അഡ്രസ് ചെയ്യാത്ത സംഗതി ഒന്നും തന്നെ അല്ല. ഇതിലേക്ക് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ സംഗതികളെ കുറിച്ച് പറയുന്നു. ഈ വൃത്തങ്ങളുടെയും അലങ്കാരങ്ങളുടെയും കെട്ടുപാടുകളെ കെട്ടിമറിക്കുന്നു. ശക്തമായ രാഷ്ട്രീയം പറയുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും ഈ കവിതകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം, ഈ ലാളിത്യത്തെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ മുൻകാലത്തുണ്ടായിരുന്ന സംഗതികളെ കൃത്യമായി അപനിർമ്മിക്കുന്ന തരത്തിലുള്ള, അതിനെ തലകീഴായി മറിച്ചിടുന്ന തരത്തിൽ ഉള്ള കവിതകൾ നമുക്ക് കാണാം. ഉദാഹരണം, KR ടോണി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ. അദ്ദേഹം എഴുത്തച്ഛന്റെ ഒരു വളരെ പ്രസിദ്ധമായ കവിതയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. തത്വചിന്തയെ ചേർത്ത് വെച്ച് പറയുന്നതാണ്. ജീർണവസ്ത്രം നീക്കി അൻപോട് മനുഷ്യർ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തത്വചിന്താപരമായ കവിത. അപ്പൊ അതിനെ KR ടോണിയുടെ അന്ധകാണ്ഡം എന്ന കവിതയിൽ പറയുന്നു. ജീർണവസ്ത്രം നീക്കി അൻപോടു മനുഷ്യർ ജീർണവസ്ത്രം നീക്കി അൻപോടു മനുഷ്യർ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ട് ആ കവിത വരികൾ ഇങ്ങനെയാണ്: ജീർണ വസ്ത്രം നീക്കി അൻപോടു ടിവിയിൽ ലോകൈക സുന്ദരി നാഭി പ്രദർശനം, ക്രിക്കറ്റ് കമ്പോളം ഏക ലോകക്രമമൊക്കെയും ദേഹാഭിമാനമായേ വരൂ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അന്യരനുഭവിച്ചിടുകൊന്നേ വരൂ എന്ന് പറഞ്ഞ് അതിനെ അപനിർമ്മിക്കുകയാണ്. അപ്പൊ അതുപോലെ ധാരാളമായ കവിതകൾ പുതിയ കവിതയിൽ ഈ പഴയ തലമുറയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്നാൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോ അതിൽ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സംഗതിയാണ് നമ്മുടെ പാരിസ്ഥിതികമായ ജാഗ്രതകളെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ വളരെ സൂക്ഷ്മമായ ഭാഷയിൽ എഴുതുന്ന വീരാൻകുട്ടിയുടെ കവിതകൾ. ധാരാളമായ പുതിയ കവിതകളുണ്ട്. വീരാൻകുട്ടിയുടെ ചില കവിതകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇലകൾ തമ്മിൽ തൊടുമെന്നു പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ വേരുകൾ കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു ഭൂമിക്കടിയിൽ. ഇലകൾ തമ്മിൽ തൊടുമെന്നു പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ വേരുകൾ കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു ഭൂമിക്കടിയിൽ. അസാധ്യമായ പാരിസ്ഥിതിക ബോധത്തെ, ജൈവ പ്രകൃതിയുടെ ബന്ധത്തിനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. പക്ഷെ ഒരു അപരിചിതത്വം നമുക്കില്ല. വളരെ എളുപ്പം നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്നു ഈ കവിത. അതുപോലെ കാടിന് നടുവിലായി
ആരോടും അധികമൊന്നും മിണ്ടാത്ത പെൺകുട്ടി കാടിനു നടുവിലായി പൂത്തുനിൽക്കുന്ന ഒരു മരത്തിന്റെ പൂവിടൽ പോലെയാണല്ലോ നിന്റെ പ്രണയം. ആരോടും അധികമൊന്നും മിണ്ടാത്ത പെൺകുട്ടി കാടിനു നടുവിലായി പൂത്തുനിൽക്കുന്ന മരത്തിന്റെ പൂവിടൽ പോലെയാണല്ലോ നിന്റെ പ്രണയം. വീരാൻകുട്ടിയുടെ കവിത. മറ്റൊരു കവിത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവമേ, പ്രണയത്തിൽ നിന്നും എന്നെ പുറത്താക്കാൻ പോവുകയാണെങ്കിൽ ഒരു നിമിഷം മുമ്പ് ഒരറിയിപ്പ് നൽകണേ. ദൈവമേ, പ്രണയത്തിൽ നിന്നും എന്നെ പുറത്താക്കാൻ പോവുകയാണെങ്കിൽ ഒരു നിമിഷം മുൻപ് എനിക്ക് അറിയിപ്പ് തരണമേ. മരണത്തിന് മുൻപ് എനിക്ക് ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. മരണത്തിന് മുൻപ് എനിക്ക് ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ കവിതകൾ ഞാൻ വളരെ സാന്ദർഭികമായി അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് പി രാമചന്ദ്രന്റെയും KR ടോണിയുടെയും വീരാൻകുട്ടിയുടെയും കവിതകൾ മാത്രമാണ് എടുത്ത് ഉദ്ധരിച്ചത്. ഈ കവിതകളിലൂടെ ഞാൻ ഈ പുതിയ കവിതയുടെ പലമകളായി ഉദ്ദേശിക്കുന്ന ലാളിത്യം, രാഷ്ട്രീയ ബോധം, പാരിസ്ഥിതികവും വ്യക്തിപരവുമായ അനുഭവങ്ങളെ മനോഹരമായി വർണ്ണിക്കുന്നതൊക്കെ നമുക്ക് ചെറിയ തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതോടൊപ്പം തന്നെ S. ജോസഫ്, MB മനോജ്, അശോകൻ മറയൂർ തുടങ്ങിയ ദളിത് കവികൾ അവരുടെ ജീവിത പരിസരത്തിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ S. ജോസഫിന്റെ കിഴക്ക് വെള്ള കീറി വരുന്നുണ്ട് ഒരു കൊട്ട, സൂര്യൻ ഉദിക്കുന്നതിനെ കിഴക്ക് വെള്ള കീറി വരുന്നുണ്ട് ഒരു കൊട്ട. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിനെയൊക്കെ മറ്റു കവികൾ വലിയ സംഗതിയായി വർണ്ണിച്ചപ്പോഴാണ് ഒരു കൊട്ടയെ പോലെയൊക്കെ ഒരു ദളിത് കവി വർണ്ണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ആർക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാധാരണക്കാരന് പരസ്പരം വർത്തമാനം പറയുന്നത് പോലെ ഒരു കവിത കേൾക്കാനും എന്നാൽ അതിനുള്ളിൽ കാവ്യാത്മകതയെ അഴിച്ചെടുക്കാനും പറ്റുന്ന തരത്തിൽ ലളിതമാണ് പുതിയ കവിത. അതാണ് പുതിയ കവിതയുടെ വൈവിധ്യങ്ങളും തനിമയും പലമയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നോടൊപ്പം ഇതിൽ നിന്നവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ? ഹലോ, അതായത് കവിതകൾ നിർമ്മിക്കുമ്പോൾ വൃത്തം, അലങ്കാരം പോലെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? അതിന് കവിതകളിൽ അതിന്റെ കുറവില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരിക്കലുമില്ല. അത് ആ കാലഘട്ടത്തിൽ കവിതയെ ഒരു പക്ഷേ ചിലരുടേത് മാത്രമാക്കി മാറ്റി നിർത്താൻ ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് ആയിട്ട് മാത്രം കാണും. നമുക്കറിയാം, നമ്മുടെ എല്ലാ രീതികളും മാറി, നമ്മുടെ വാഹനം മാറി, ഡ്രസ്സ് മാറി, വീടിനെ കുറിച്ചുള്ള സങ്കല്പം മാറി, ചിന്തകൾ മാറി, ഭക്ഷണ രീതി മാറി, എല്ലാം മാറി. അപ്പൊ സ്വാഭാവികമായി മാറുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഗതികൾ മാറി മറ്റു പുതിയ രീതിയിലേക്ക് വരും. പുതിയ കാലഘട്ടത്തിൽ വളരെ ലളിതമായി എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് വൃത്തത്തിന് വലിയ പ്രസക്തി ഇല്ല, വൃത്തം ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ ഒരു ആശങ്ക പറഞ്ഞിരുന്നല്ലോ, പിന്നെ കവിതകൾക്കെല്ലാം പിതാവിന്റെ മാതാവില്ല എന്ന്. എനിക്ക് തോന്നുന്നത് ഒരു സൃഷ്ടാവ് എന്നാൽ ഒരു വ്യക്തിയാണല്ലോ ഉള്ളൂ പുതിയ സൃഷ്ടിക്ക്. അത് പറഞ്ഞ പോലെ കവിതകൾക്ക് അതുകൊണ്ടായിരിക്കാം മാതാവിന്റെ അസാന്നിധ്യം അവിടെ കാണുന്നു തോന്നുന്നു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. പക്ഷേ പഴയ തലമുറയിലെ പല സംഗതികൾ, സംഘകാലമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സ്ത്രീ എഴുത്തുകാരികളെ നമുക്ക് കാണാം. ഔവ്യാറിനെയൊക്കെ പോലെയുള്ള, അക്ക മഹാദേവിയെ പോലെയുള്ള ഒരുപാട് എഴുത്തുകാരികൾ പഴയ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം വരുന്നു. ഞാൻ ഒരാശങ്ക പോലെ പങ്കുവച്ചത്. താങ്ക് യു സർ, വളരെ നന്ദി ഒരു കവിതാ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടിയതിന്. പ്രിയപ്പെട്ടവരെ, ഡിവിഷന്റെ 284-ാമത്തെ ദിവസം പ്രിയപ്പെട്ട ജിഷാദ് സാറാണ് ഇത്രയും സമയം നമ്മളോട് ഉണ്ടായിരുന്നത്. പുതുകവിതയിലെ പുതുമകൾ പലമകൾ എന്ന വിഷയത്തെ കുറിച്ചാണ് സർ ഇതുവരെ സംസാരിച്ചത്. ഭാഷാ പിതാവായ എഴുത്തച്ഛനെ തുടങ്ങി പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ഉള്ളൂർ, ചങ്ങമ്പുഴ, ഇടപ്പള്ളി, ഇങ്ങോട്ട് വന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അയ്യപ്പൻ, പി രാമചന്ദ്രൻ, ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഏറെ പരിചിതനായ വീരാൻകുട്ടി മാഷിൽ എത്തി നിൽക്കുന്നു സാറിന്റെ കവിതയിലൂടെയുള്ള യാത്ര. അനർഘ നിർഗളമായി പ്രവഹിച്ചു എന്ന് തന്നെ പറയാം സാറിന്റെ വാക്കുകൾ. അത്രയും മനോഹരമായി, ലളിതമായി കവിതയിലേക്ക് എങ്ങനെ പുതുമകൾ കൊണ്ടുവന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അധികം കവിതാ വായന ഇല്ലാത്തവരെ കൂടി കവിത വായിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു സാറിന്റെ സംസാരം എന്നത് സന്തോഷം പകരുകയാണ്. സാറ് പറഞ്ഞ പോലെ നമുക്കിപ്പോ കൂടുതൽ പരിചയം കവിതകളാണ് കൂടുതൽ മനസ്സിലായ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട കവിതകള്. മാഷ് പറഞ്ഞതുപോലെ വീരാൻകുട്ടി മാഷിന്റെ കവിതകൾ തന്നെയാണ് നമുക്ക് കവിത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുക. കാരണം ചെറിയ 3-4 വാക്കുകളില് അദ്ദേഹം എഴുതി വെച്ച ഏറെ അർത്ഥങ്ങളുള്ള വരികള്.
വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിതയുണ്ട്, പറയൂ എന്നൊരു കവിതയുണ്ട്. പറയൂ, രണ്ടുപേർ പ്രണയിച്ചു തുടങ്ങുമ്പോൾ അവരെ മാത്രമാക്കി ചുറ്റുമുള്ള ലോകം എങ്ങോട്ടാണ് പെട്ടെന്ന് പോയി കളയുന്നത്. അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കവിതയായിരുന്നു. പിന്നെ സോമൻ കടലൂറിന്റെ ഒരു കവിതയുണ്ട്. അതും ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറെ കൊട്ടിഘോഷിച്ചൊരു കവിതയാണ്. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞു നീ എത്തും, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു പൂ മതിയായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാനെന്ന്. അതിനു മുന്നേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി വെച്ചിട്ടുണ്ട്, ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനിനീർ പൂവുകൾ, കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. വളരെ നന്ദി സാർ, ഈ ഒരു ദിവസം ഞങ്ങൾക്കായി സമ്മാനിച്ചതിന്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിന് ഇത്രയും നേരം കൂടെ നിന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സിജിയുടെയും ഡിവിഷന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഡയറക്ടർ നൂസിയാമിനും കൂടെയുള്ള നസിയാമിനും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു വിഷയമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് പിരിയാം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സാർ, കേട്ടു മതിയായില്ല. Give more power to